പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ എങ്ങനെ ദഅവത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നല്ല സദുപദേശത്തോടെയും സാരോപദേശത്തോടെയും യുക്തിപരമായിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന. അപ്പോൾ ഉപദേശം വളരെ പരമപ്രധാനമാണ്. പക്ഷേ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ആരും ഉപദേശം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ ഈ ഉപദേശത്തിന് നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. അപ്പൊ ഞാനൊരു 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒന്നിരിക്കൽ നിങ്ങൾ യെസ് എന്ന് ഉത്തരം പറയണം, അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ കാസറ്റ് അല്ലെങ്കിൽ ഈ ഡിസ്ക് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെ ഒരു നല്ല രക്ഷിതാവായി മാറണമെന്ന താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തോടുള്ള താല്പര്യമുണ്ടാണ്? യെസ് ഓർ നോ. ഭൂരിഭാഗം ആളുകളെയും ഉറക്കെ പറയുന്ന ഉത്തരം യെസ് ആയിരിക്കും. എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ ഉപദേശം അല്ലെങ്കിൽ ഈ ഡിസ്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ ഇതിൽ പറയപ്പെടുന്ന നല്ലൊരു രക്ഷിതാവായി മാറാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. യെസ് ഓർ നോ. ഭൂരിപക്ഷം ആളുകളെയും ഉത്തരം യെസ് ആയിരിക്കും. എന്റെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെയും നിങ്ങളെ മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, നിങ്ങളെ വീട്ടുകാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നാട്ടുകാർ എല്ലാവരും നിങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്? അല്ലെ? ഭൂരിപക്ഷം ആളുകളും നോ ആയിരിക്കും ഉത്തരം പറയുക. കാരണം നമ്മൾ ഉപദേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. പിന്നെ കുട്ടികൾ എങ്ങനെ ഇഷ്ടപ്പെടും? ഇവിടെ ഉപദേശം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, ഉപദേശത്തിന്റെ ശൈലിയിൽ മാറ്റം വരുത്താത്തത് കൊണ്ടാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ ഉപദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. ആ ഉപദേശം വരാനുള്ള കഥകൾ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്, ഒരു ദിവസം ഒരു സഞ്ചി നിറയെ കടുകുമണി തന്റെ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ആര്? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നമ്മുടെ മകനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഓരോ കടുകുമണി എടുത്ത് വീടിന്റെ മുറ്റത്തേക്ക് വലിച്ചെറിയും. ഭാര്യ അത് സ്വീകരിച്ചു. ഓരോ ഉപദേശം കേൾക്കുമ്പോഴും ഒരു കടുകുമണി എടുക്കും, പുറത്തേക്ക് വലിച്ചെറിയും. ഇങ്ങനെ നിരന്തരമായി അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കുട്ടിയിൽ മാറ്റം ഉണ്ടായില്ല. മുറ്റം നിറച്ച് കടുകിന്റെ തോട്ടായി, കുറെ ചെടികൾ പൊന്തി വന്നു. എന്നതിലപ്പുറത്തേക്ക് മകൻ നന്നായില്ല. അവസാനം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ ഉപദേശത്തിന്റെ ശൈലിയിൽ മാറ്റം വരുത്തി. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മകനെ